അങ്കിളെ പെണ്ണെ, നിന്റെ ഈ അങ്കിള് വിളി എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എനിക്ക് വയർ ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ, പ്രായം കുറവാ. നീ എന്നെ സോമേട്ടാ എന്ന് വിളിച്ചാ മതി. ശരി, സമ്മതിച്ചു. അല്ല, സോമേട്ടൻ ഇപ്പൊ എന്തിനാ വിളിച്ചേ? അതെ, നാളെ നമുക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. നീയാണ് മെയിൻ ഡാൻസർ. രാവിലെ തന്നെ ഓഫീസിൽ വന്നോളാം. ഡാൻസോ? എവിടെ? അതൊക്കെ പറയാം. നീ നാളെ രാവിലെ റെഡിയായി ഓഫീസിൽ വന്നാ മതി. ഇഷ്ടം പോലെ പൈസ കിട്ടും. ഗംഭീര പ്രോഗ്രാം അല്ലേ? താങ്ക് യു അങ്കിളെ. അങ്കിളല്ല, സോമേട്ടൻ. മനസ്സിലായോ? മനസ്സിലായി. അങ്കിള് പോലും. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അവസാനം എന്റെ സിതാരയെ തന്നെ ഡിക്ക് കെട്ടാൻ പോകുന്നു. മെഹന്തി ദിവസം ഞാൻ ആകെ പേടിച്ചുപോയി. അവസാനം സിത്താരയുടെ കയ്യിൽ DK മെഹന്തി എഴുതിയപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്ല, ഈ മഞ്ഞൾ കല്യാണത്തിന് എന്തിനാ ഇത്രയും ഒരുക്കങ്ങളെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പലതും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ആ വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചേക്കുന്ന എന്തിനാ മായച്ചി? അത് പാത്രമല്ലടി, അതിന്റെ പേരാണ് വട്ടച്ചെമ്പ്. വട്ടച്ചെമ്പോ? വട്ടച്ചെമ്പ്. അതില് നിറച്ചിരിക്കുന്ന വെള്ളത്തില് ഈ ഇടിക്കുന്ന മഞ്ഞള് കലക്കി കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും തലയിൽ കൂടി മഞ്ഞള് വെള്ളം ഒഴിക്കും. സാധാരണ വധുവിനെയും വരനെയും ഒരിടത്തിരുത്തി മഞ്ഞൾ അണിയിക്കുന്നതല്ലേ മഞ്ഞൾ കല്യാണത്തിന്റെ ചടങ്ങ്? ഇതൊന്നും കേരളത്തിൽ ഇല്ലാത്ത ആചാരങ്ങളല്ലേ? നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. വന്നു വന്നു മലയാളി കണ്ടിട്ടില്ലാത്ത ആചാരങ്ങളാ ഇപ്പൊ കേരളത്തിലെ കല്യാണങ്ങളിൽ നടക്കുന്നത്. ഒക്കെ വടക്കുന്ന് ഇങ്ങോട്ട് വാങ്ങി. ആര് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ? പണ്ടത്തെ കാലത്തും കേരളത്തിലെ കല്യാണ വീട്ടില് മഞ്ഞള് പുഴുങ്ങി ഉണക്കി ഇതുപോലെ ഉരലിലിട്ട് ഇടിച്ചു പൊടിക്കുന്നതോടുകൂടിയാ കല്യാണത്തിന്റെ ചടങ്ങുകൾ പോലും ആരംഭിച്ചിരുന്നത്. പിന്നെ ഈ ഹൽദി, അതങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതാ. കല്യാണം സന്തോഷിക്കാനുള്ള ആഘോഷമല്ലേ, അതുകൊണ്ട് അവരുടെ ആഘോഷത്തിലെ നല്ല ചടങ്ങുകളെല്ലാം നമ്മൾ ഇങ്ങെടുത്തു. ചിലർക്കിതൊക്കെ കണ്ടാ ദഹിക്കില്ലായിരിക്കും, പക്ഷേ ഇത് DKയുടെ കല്യാണമാണ്. അമരാവതിയിൽ ഇതുപോലൊരു ചടങ്ങ് ഇനി നടക്കാനില്ല. അതുകൊണ്ടാ ഞാൻ മഞ്ഞൾ കല്യാണത്തിന് ഇതൊക്കെ ഏർപ്പാട് ചെയ്തത്. വാ. എന്തായാലും താരേച്ചിയുടെ അനിയത്തി ഭാഗ്യവതിയാ. ആ, നിങ്ങൾക്ക് അവൾ അമ്മായിയാ, പക്ഷേ എനിക്കവൾ എന്റെ അനിയത്തി തന്നെയാ. നിങ്ങളെപ്പോലെ എനിക്ക് അവളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവള് നിന്റെ സ്വന്തം അനിയത്തിയല്ലല്ലോ, അകന്ന ബന്ധമുണ്ടെന്നല്ലേ ഉള്ളൂ. പിന്നെ അമ്മായി അമ്മയായിട്ട് ആര് വന്നാലും ഞങ്ങളെപ്പോലെ തന്നെ നീയും അവരെ ബഹുമാനിച്ചേ പറ്റൂ. ആ ജ്യോതിയെപ്പോലെ ഒരുത്തിയ അമ്മായി അമ്മയായിട്ട് വന്നിരുന്നെങ്കിലോ? അവളെ പറ്റി കേൾക്കുന്ന തന്നെ കലിയോ. ആ ബേക്കറിക്കാരി നമ്മുടെ അമ്മായിയമ്മയെ വന്നിരുന്നെങ്കിൽ ഈ അമരാവതി മുടിങ്ങിയാണ്. DKയുടെ ലൈഫ് കോഞ്ഞാട്ടയായനെ. ആരെ കുറിച്ചാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? സിത്താരയെ കുറിച്ച്. താരയുടെ ബന്ധുവാണെങ്കിലും സ്ഥാനം കൊണ്ട് ഞങ്ങൾക്കെല്ലാം അമ്മായിയമ്മയാണെന്ന് പറയുകയായിരുന്നു. പിന്നെന്തിനാ ആ ബേക്കറിക്കാരുടെ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഒരിക്കലൊരു ദുസ്വപ്നം കണ്ടെന്ന് കരുതി ജീവിതകാലം മുഴുവൻ ആരും അത് ഓർക്കില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടെ കൂടെ പറയുകയില്ല. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നീ തന്നെ തീരുമാനിച്ചു. ഞാനതനുസരിക്കുന്നു. സുപ്രിയ, ദൂരെ നിന്ന് കാണുന്നവർക്ക് മറ്റേതൊരു വിവാഹവും പോലെ ഇതൊരു സാധാരണ വിവാഹം. എന്നാൽ
എനിക്കിത് വെറും ചടങ്ങുകളും ആചാരങ്ങളും മാത്രമാണ്. എന്റെ രണ്ടാം ഭാര്യയ്ക്ക് ഒരു ഭാര്യയുടെ സ്ഥാനം തീർച്ചയായും ഉണ്ടാവും. എന്നാൽ ഒരു ഭാര്യയുടെ അവകാശങ്ങൾ ഉണ്ടായിരിക്കില്ല. ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. അത് സ്ത്രീ എന്ന ശക്തിയെ വില കുറച്ച് കാണുന്നതുകൊണ്ടല്ല. നിന്റെ ഓർമ്മകളിൽ നിന്ന് മുക്തനാവാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഈ വിവാഹത്തോടെ ഞാനൊരു മുഖംമൂടി അണിയുകയാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ നല്ല ഭർത്താവായി ഞാൻ അഭിനയിക്കാൻ ശ്രമിക്കാം. ഒന്ന് ഞാൻ ഉറപ്പുതരാം, സ്ത്രീയുടെ മഹത്വം ഒരിക്കലും ഞാൻ വില കുറച്ച് കാണില്ല. എന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയുടെ അഭിമാനവും അന്തസ്സും സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കും. പുറം ലോകത്തിനു മുന്നിൽ ഞങ്ങൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. എന്നാൽ വീടിനുള്ളിൽ വെറും 2 സുഹൃത്തുക്കൾ മാത്രം. മരണം വരെ നീ മാത്രമായിരിക്കും എന്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്ത്. ആഹാ, ആഹാ, ഉറങ്ങുന്നോ? ഹലോ ഹലോ, ഇറങ്ങോച്ചേ, സ്ഥലം എത്തി. ഈശ്വരാ, ഇവിടെയോ? സോമനങ്ങൾ? നോ, സോമേട്ടൻ. സോമേട്ടൻ. ഓ ശരി, സോമേട്ടാ. ഇവിടെ തന്നെയാണോ നമ്മുടെ പ്രോഗ്രാം? അതെ, ഇവിടെ തന്നെയാണ് നമ്മുടെ പരിപാടി. എന്താ, കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്കിൾ എന്താ എന്നോട് ഫംഗ്ഷൻ ഇവിടെയാന്ന് നേരത്തെ പറയാതിരുന്നേ? അതെന്തിനാ നീ അറിയുന്നേ? എവിടെ ആയാലും ഡാൻസ് ചെയ്താ പോരെ. അയ്യോ, നിനക്ക് കാശ് വേണം, അവർക്ക് ഡാൻസ് വേണം, എനിക്ക് ലാഭവും വേണം. അത്രേ ഉള്ളു. നീ വാ മോളെ. അയ്യോ, ദൈവമേ, അവളുമാരെങ്ങാനും എന്നെ കണ്ടോ അതോടെ എല്ലാം തീർന്നു. അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തൽക്കാലം കല്യാണം കഴിയുന്നത് വരെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്.
ഇല്ല സാറേ. പ്രിയ പോലും. ഏയ് ഒരിക്കലും ഇല്ല. അവളോട് പറഞ്ഞാ പിന്നെ അത് അപ്പൊ തന്നെ ജ്യോതി അറിയും. ഇത് നമ്മൾ നടത്തും മോനെ. ജ്യോതി DKയുടെ ഭാര്യയായി അമരാവതിയുടെ പടി കയറും, ഉറപ്പാ. ജ്യോതി പോയി, എന്റെ കാശ് പോയി, എന്റെ 3 ലക്ഷം വെള്ളത്തിലായി. എന്റെ മോന്റെ ജീവിതത്തിലേക്ക് ആര് വരണം എന്നുള്ളത് ഈശ്വരൻ നേരത്തെ തീരുമാനിച്ചതാ. അതുകൊണ്ട് ജ്യോതിയെ കൃത്യസമയത്ത് എന്റെ കണ്ണൻ ഇവിടെ കൊണ്ടുവന്നത്. മൈ ലിറ്റിൽ കണ്ണ, യു ആർ ഗ്രേറ്റ്. അവരുടെ മഞ്ഞൾ കല്യാണം നീ തന്നെ നടത്തിയല്ലോ. അറിയാതെയാണെങ്കിലും രണ്ടുപേരും പരസ്പരം മഞ്ഞൾ പുരട്ടിയല്ലോ. താങ്ക്സ്, വെരി വെരി താങ്ക്സ് കണ്ണ. നിന്റെ അഭിപ്രായം നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മേ, താര പറഞ്ഞത് അമ്മ മറ്റൊരർത്ഥത്തിൽ കാണണ്ട. DKയ്ക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നു കരുതിയാ മതി. ആരും അധിക ഭാരം തലേ കെറ്റി വെക്കണ്ട. DK പറയാനുള്ളത് DK പറയും. നിങ്ങളുടെ അഭിപ്രായം മാത്രം നിങ്ങൾ പറഞ്ഞാ മതി. മനസ്സിലായോ? അമ്മേ, ജ്യോതിയും ഫാമിലിയും നമ്മൾ അവോയ്ഡ് ചെയ്തതല്ലേ? നമ്മളല്ല, നിങ്ങൾ അവോയ്ഡ് ചെയ്തു. അതുകൊണ്ടാ ഞാൻ അവരെ വിളിക്കാൻ പോകുന്നത്. അല്ല, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ,
അവര് കല്യാണത്തിന് വരുന്നതിന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? മൈ സൺ മാരേജ് ഐ ഇൻവൈറ്റ്. വൈ യു ടെൻഷൻ? യു നോട്ട് ടെൻഷൻ, ഐ ടെൻഷൻ. യു ഓക്കേ? നിങ്ങൾക്ക് ഇതിലൊരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് മനസ്സിലായില്ലേ? മഞ്ഞൾ കല്യാണത്തിന് അവള് വന്നു കയറി ഉണ്ടാക്കിയ പുകിലൊക്കെ മറന്നതുപോലെയാ അമ്മ സംസാരിക്കുന്നത്. എന്റെ അനിയത്തിയുടെ മഞ്ഞൾ കല്യാണം അലമ്പാക്കിയവളാ ആ ജ്യോതി. ആ ജ്യോതിയെ കല്യാണത്തിന് കൂടി ക്ഷണിച്ച പിന്നെ എല്ലാം പൂർത്തിയായി. കാലക്കേടിന് ചുമ്മാ കാർഡ് കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യണോ അമ്മേ? Shut up. അതെ, ഈ വീട്ടിൽ ഇംഗ്ലീഷ് പറയാനുള്ള അവകാശം എനിക്ക് മാത്രമുള്ളതാ. യു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. താരെ ആ കല്യാണക്കുറി കാണേ. ഓ എന്റെ അമ്മേ, ഒന്നാമത് കോവിഡ് കാരണം കുറച്ചാളുകൾക്ക് പങ്കെടുക്കാൻ കഴിയൂ. ഇവളാണെങ്കിൽ കൊറോണയെക്കാളും അപകടകാരിയാ. ഒരാളെ വിളിച്ചാ കുടുംബസമേതം ഇങ്ങ് പോരുകയും ചെയ്യും. അതോടെ കല്യാണം കൊളോ. DKക്ക് ഭ്രാന്ത് പിടിക്കാൻ മറ്റൊന്നും വേണ്ട. അമ്മേ, അമ്മ ഒരു ഗസ്റ്റിനെ വിളിക്കാൻ തീരുമാനിച്ച അത് പാടില്ല എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. പക്ഷേ ആ ജ്യോതിയെയും കുടുംബത്തിനെയും ദയവേത് വിളിക്കരുത്. ജ്യോതിയോട് നിങ്ങൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? ആദ്യം അവളുടെ വീട്ടിൽ പോയി മോതിരം അടിച്ചു പറ്റി. പിന്നെ മെഹന്തി ദിവസം കുത്തിത്തിരിപ്പുണ്ടാക്കി അവളെ ഓടിച്ച് കല്യാണം കലക്കി. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനെ ഒരു പരിധിയുണ്ട്. അന്ന് അവൾ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ നാളെ എന്റെ മോൻ താലി കെട്ടേണ്ടത് അവളുടെ കഴുത്തിലായിരുന്നു. അമ്മേ, അവള് കാരണം DKയുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവള് കാരണമല്ല, നിങ്ങള് കാരണമാ ഇപ്പൊ DKയുടെ ജീവിതത്തില് കുഴപ്പങ്ങൾ ഉണ്ടായത്. അവളതിനും ബലിയാടായി. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് ജ്യോതിയും കുടുംബം വരണമെന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. അതിനാര് തടസ്സം നിന്നാലും ഐ ഡോണ്ട് കെയർ. ഇനി ഈ കാര്യത്തിൽ നോ ചർച്ച. ഐ ഗോ. പണി പാളി. ഇല്ല, ഒന്ന് വിചാരിച്ചാ അവള് കല്യാണത്തിന് വരുന്നത് തന്നെയാ നല്ലത്. അവളുടെ കൺമുന്നിൽ വേണം DKയുടെ വിവാഹം നടക്കാൻ. അവൾക്ക് പകരം സിത്താര DKയുടെ ഭാര്യയാവുന്നത് അവള് കാണണം. എല്ലാവരെയും കല്യാണത്തിന് നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത്. ഇരിക്കുമേ. അമ്മ വന്നതിലും ക്ഷണിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇനിയും ഞാൻ അവിടേക്ക് വരില്ലമ്മേ. ഇപ്പൊ തന്നെ ഒരുപാട് അപമാനം സഹിച്ചു. ഇനി വയ്യ. നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത്? ഇനി ഇവക്കൊരു നല്ല കല്യാണാലോചന പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അവിടുത്തെ മരുമക്കള് 3 പേരും ഇനി ഞങ്ങളെ അപമാനിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മയ്ക്ക് ചേച്ചിയോട് ആത്മാർത്ഥ സ്നേഹമുണ്ട്. അത് ഞങ്ങൾക്കറിയാം. എന്താണോ ഇത്? ആരാ ഇത് കൊണ്ടുവന്നത്? അറിയില്ല സർ. കൊറിയർ സർവീസിൽ നിന്നാ പറഞ്ഞത്. എവിടെ? വിളിക്കയാളെ. അയാൾ പോയി സർ. ഇതെടുത്ത് പുറത്തെവിടെയും കൊണ്ട് കളയണോ? ശരി സർ. അത് ഈ പരിസരത്ത് ഒരിടത്ത് വിടരുത്. വല്ല പൊന്തക്കാട്ടിലോ പുഴയിലോ വലിച്ചെറിഞ്ഞേക്കണം. ശരി സർ. ഹലോ. എന്താ DK, ആ റീത്ത് കണ്ട് വല്ലാതങ്ങ് ഭയന്നു പോയോ? ആരാ നീ? മറന്നുപോയോ എന്നെ? അത് ഇത്ര
ഇത്ര വേഗം? നിനക്കൊരു പൂച്ചെണ്ട് കൊടുത്ത് അയച്ചിരുന്നു ഞാൻ. ഇത് വൈജയന്തി മേഡം തന്നയച്ചത്. മേഡം നാട്ടിലെത്തിയിട്ടുണ്ട്. വൈകാതെ നേരി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇപ്പൊ ഓർമ്മ കിട്ടിയോ? വൈജയന്തി ഇപ്പൊ നീ ഒന്ന് ഞെട്ടി. എന്നാ പിന്നെ കുറച്ചും കൂടി ഞെട്ടാൻ തയ്യാറായിക്കോ നീ. നിനക്കുള്ളൊരു സമ്മാനം നിന്റെ വീട്ടിൽ നിന്നെ കാത്തിരിപ്പുണ്ട്. താമസിയാതെ നേരിൽ കാണാം. ഗുഡ് ബൈ. ഹലോ ഹലോ ഹലോ. ഹലോ. എന്താ അമ്മേ? ശരി. മോളെ, നിന്നോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അമ്മ പറയാം, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ദോഷം വരുത്തുന്ന ഒന്നും എന്റെ മോൻ ചെയ്യില്ല. ഞങ്ങളെ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കാത്തത് ദോഷമല്ലെങ്കിൽ പിന്നെ എന്താണമ്മേ? ഡികെയുടെ ഭാര്യ മരിച്ചുപോയത് ഞങ്ങളുടെ തെറ്റുകൊണ്ടാണോ? എന്നിട്ടും മരിച്ചുപോയ അവർക്ക് വേണ്ടി ഡികെ ജീവിക്കുന്നില്ലേ? സുപ്രിയ ആന്റിക്ക് വേണ്ടി എല്ലാ ദിവസവും ഞങ്ങളെ കൊണ്ട് മധുരം ഉണ്ടാക്കി അവരുടെ ഫോട്ടോയ്ക്ക് മുന്നേ വയ്പ്പിക്കുന്നില്ലേ? നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എങ്ങനെ കഴിയുന്നു? അങ്ങനെ പറയല്ലേ മക്കളെ. നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാ അവന്റെ ആഗ്രഹം. നിങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. സത്യം എന്താണെന്ന് അവനല്ലേ അറിയൂ. അവൻ വരട്ടെ. അവനോട് അമ്മ തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഇനി ഡികെയോട് സംസാരിക്കണ്ട. ഞങ്ങൾ തന്നെ സംസാരിച്ചോളാം. ഇത്രയും കാലം ഡികെ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചത് ഡികെയോടുള്ള പേടികൊണ്ടല്ല, ബഹുമാനവും ആദരവും കൊണ്ടാ. സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരു കൊടുക്കൽ വാങ്ങലാമേ. മരുമക്കളാണെന്ന് കരുതി ഞങ്ങള് ഡികെയുടെ അടിമകളൊന്നുമല്ല. അവരെ 3 പേരെ എന്തിനാ ഡികെ 3 ഇടങ്ങളിലേക്ക് മാറ്റിയത്? കല്യാണമായിട്ടും അവരെ തിരിച്ചു വരാൻ സമ്മതിക്കുന്നില്ല. അതിന്റെ കാരണം ഞങ്ങൾക്കറിയണ്ട. മക്കളെ, ശ്രീരാമും ഗോകുലും ബാലും ഡികെ വളർത്തിയ മക്കളാ. അവർക്ക് വേണ്ടി നിങ്ങളൊക്കെ വിവാഹം കഴിപ്പിച്ചു തന്നത് ഡികെ തന്നെയല്ലേ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷെ അത് മനഃപൂർവ്വമല്ല. അവർ ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയണമായിരുന്നു. ഓരോരുത്തരെയും ഏൽപ്പിക്കുന്ന ജോലി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ അവരെത്രമാത്രം ആത്മാർത്ഥത കാണിക്കുമെന്നും എനിക്കറിയണമായിരുന്നു. പക്ഷെ അവരെന്നെ നിരാശപ്പെടുത്തി. എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവർക്ക് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ചില ഉത്തരവാദിത്തങ്ങൾ അവർ മറക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറന്ന് ആഘോഷിക്കുന്നതിനോട് ചേർന്ന് പോകാൻ എനിക്ക് കഴിയില്ല മായ. അതുകൊണ്ട് ആദ്യം അവരെ ഏൽപ്പിച്ച കാര്യം അവർ പൂർത്തിയാക്കട്ടെ. അതിനുശേഷം അവർ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ പറഞ്ഞൊഴിയരുത് ഡികെ. ഞങ്ങൾക്കൊന്നേ വേണ്ടു. നാളെ കല്യാണത്തിന് ഇറങ്ങുമ്പോ ശ്രീരാമും ഗോകുലും ബാലുവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. അങ്ങനൊരു ഉറപ്പ് തരാൻ എനിക്കിപ്പോ പറ്റില്ല.
പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവർക്കൊരു അപകടവും സംഭവിക്കില്ല. സുരക്ഷിതരായി അവർ നിങ്ങൾക്കരികിലെത്തും. എങ്കിൽ DK തന്നെ അവരെ ഒന്ന് വിളിക്ക്. ഞങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കണം. തൽക്കാലം അവരെ വിളിക്കാൻ കഴിയില്ല മായ. ഇല്ല, ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല. DK ഞങ്ങളോട് കള്ളം പറയാ. അവരെന്തോ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ കല്യാണത്തിന് ഉറപ്പായിട്ടും അവരെ കണ്ടേനെ. എന്താണെന്ന് പറയൂ DK. അവർക്ക് എന്ത് പറ്റി? ഞങ്ങൾക്കത് അറിയണം. മായ പ്ലീസ്, ഇങ്ങനെ സമനില തെറ്റിയ പോലെ പെരുമാറാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ സുരക്ഷിതരാണ്. പിന്നെ എന്തിനാ DK അവരെ വിളിക്കാൻ മടിക്കുന്നത്? അവരെ ഏൽപ്പിച്ച ജോലി തീരാൻ 2 ദിവസം കൂടി എടുക്കും. അത് ഞാൻ പറഞ്ഞല്ല, അവര് തന്നെ പറഞ്ഞ സമയമാണ്. ആ സമയം കഴിയാതെ ഞാൻ അവരോട് സംസാരിക്കില്ല. ഗോകുൽ താരെ വിളിച്ചു, സങ്കടം പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? തിരികെ വരണമെന്ന് പറഞ്ഞില്ല? പറയില്ല. കാരണം അവർക്കറിയാൻ തെറ്റ് അവരുടെ ഭാഗത്താണെന്ന്. അതുകൊണ്ട് നാളെ രാവിലെ വിവാഹത്തിന് പോകാൻ 3 പേരും തയ്യാറാവണം. ബാക്കിയൊക്കെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം. DK ഞങ്ങൾക്ക് പറയാൻ... നോ, ഇനിയൊന്നും പറയാനില്ല, കേൾക്കാനും. ഇല്ല മായേച്ചി, DK എന്ത് പറഞ്ഞാലും ഗോകുല് വരാതെ ഞാൻ ഈ കല്യാണത്തിനില്ല. നമ്മുടെ 3 പേരുടെയും തീരുമാനം അത് തന്നെയാണ്. ജയിക്കുന്നത് നമ്മളാണോ DK ആണോന്ന് നമുക്ക് കാണാം. ആരാ? എന്താടോ? എന്നെ രക്ഷിക്കണം മുതലാളി. മുതലാളിയോ? തെറ്റിപ്പോയി. എന്നെ രക്ഷിക്കണം DK സാർ. മഞ്ഞ കല്യാണത്തിന്റെ ബാക്കി പൈസ കൂടെ സാർ എനിക്ക് തരണം. ഇല്ലെങ്കിൽ അവരെന്നെ താഴെ നിർത്തത്തില്ല. എന്റെ ജോലിയും പോവും. തന്റെ ജോലി പോണം. തന്റെ മാത്രമല്ല, ഇതുപോലെ വള്ളി നിക്കറ് വിട്ട് വേഷം കെട്ടി നടക്കുന്ന മുഴുവൻ എണ്ണത്തിന്റെയും ജോലി പോണം. എന്നിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കണം. ഒന്നിനും കൊള്ളാത്ത കഴുതകൾ. യൂസ്ലെസ്. എന്റെ പൊന്ന് സാറേ, സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാനൊരു ആവതില്ലാത്തവനാ. ആകെ ഈ വണ്ണവും വള്ളി നിക്കറും മാത്രമേ ഉള്ളൂ. എഗ്രിമെന്റ് ചെയ്ത ക്യാഷ് കമ്പനി കൊടുത്തില്ലെങ്കിൽ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാര് എന്നെ ജപ്തി ചെയ്യും. എന്നെ രക്ഷിക്കണം സാറേ. താനൊരു ഒറ്റ ഒരുത്തനാ മഞ്ഞൾ കല്യാണം മുഴുവൻ കൊളവാക്കിയത്. ഞാനോ? പിന്നല്ലാതെ താനല്ലേ ആ യൂസ്ലെസിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, ആ ജ്യോതിയെ. അതുകൊണ്ട് താൻ തന്നെ ഈ നഷ്ടം സഹിക്കണം. നയാ പൈസ തനിക്കിനി ഞാൻ തരില്ല. ചതിക്കല്ലേ സാറേ. ചിത്രം വേണം.